നഗരസഭയുടെ 150-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സെമിനാർ കവി മധുസൂദനൻ നായർ ഉദ്ഘാടനം ചെയ്തു. നഗരഭാഷയുടെ രൂപാന്തരങ്ങൾ എന്ന പേരിൽ നടന്ന സെമിനാർ പ്രൊഫസർ വി മധുസൂദനൻ നായരാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രമുഖ എഴുത്തുകാരനായ ടി.ഡി. രാമകൃഷ്ണൻ, പ്രൊഫസർ പി.എ. വാസുദേവൻ, ഡോക്ടർ ടി. ശ്രീവത്സൻ തുടങ്ങിയ നിരവധി പ്രമുഖർ പങ്കെടുത്ത് സംസാരിച്ചു. നഗരസഭാ ചെയർമാൻ പി.വി. രാജേഷ് അധ്യക്ഷത വഹിച്ചു. അത് മതി എന്ന് വിചാരിക്കുന്നവർ നഗരത്തിൽ വന്നപ്പോൾ അവർക്ക് സാധിച്ചില്ല. ഏതുപോലെ ആന്ധ്രാപ്രദേശിലൊക്കെ ഒരു കോണ. മറ്റൊരു വാർത്തയിലേക്ക്. ഏപ്രിൽ 8-ന് നാളെ മോട്ടോർ വാഹന പണിമുടക്ക്, കർഷക ഹർത്താൽ, തീരദേശ ഹർത്താൽ എന്നിവ നടത്താൻ വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്തു. ഇതോടുകൂടി ജില്ല നിശ്ചലമാവുമെന്ന് ഉറപ്പായി. മോട്ടോർ തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് വാഹന പണിമുടക്ക്. ഇടതുപക്ഷ സംയുക്ത കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ഹർത്താൽ ആചരിക്കും. കേരള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി തീരദേശ ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. റബ്ബർ വിലത്തകർച്ച ഉൾപ്പെടെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണമെന്നാവശ്യപ്പെട്ടാണ് ഇടതുപക്ഷ സംയുക്ത കർഷക സമിതിയുടെ ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. പത്രം, പാൽ, ആതുര സേവനം, പ്രാദേശിക ഉത്സവങ്ങൾ എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള തലമുറയെ വളർത്തിക്കൊണ്ടുവരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പട്ടികജാതി ടൂറിസം വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ അഭിപ്രായപ്പെട്ടു. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ യുവാക്കൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകണം. യുവാക്കൾക്ക് ശരിയായ ദിശാബോധം നൽകേണ്ടത് മുതിർന്ന തലമുറയുടെ ഉത്തരവാദിത്തമാണ്. ആവശ്യങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ബോധവാന്മാരാക്കുന്നതിനോടൊപ്പം പൗരനെന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും യുവതലമുറയെ ബോധവാന്മാരാക്കണം. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ധോണി സ്റ്റാർസ് ട്രെയിനിംഗ് സെന്ററിൽ സംഘടിപ്പിച്ച കൗമാരക്കാർക്കുള്ള നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനാർദ്ദനൻ പുതുശ്ശേരി നാടൻ പാട്ടുകളെക്കുറിച്ചും ബൈജു ദേവ് ചിത്രകലയെക്കുറിച്ചും നിർമ്മൽ കുമാർ വ്യക്തിത്വ വികസനത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു. ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ അധ്യക്ഷതയിൽ അട്ടപ്പാടിയിലെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ ഏപ്രിൽ 9-ന് രാവിലെ 10 മണിക്ക് കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. ഇതിനു മുന്നോടിയായി ജില്ലാ കളക്ടർ പി. മേരിക്കുട്ടിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിൽ ഉദ്യോഗസ്ഥതല യോഗം ചേർന്നു. മേഖലയിലെ പോഷകാഹാര വിതരണം, ഗർഭിണികളുടെ പരിചരണം, ഭവന നിർമ്മാണം, കുടിവെള്ള പ്രശ്നം എന്നിവ യോഗം ചർച്ച ചെയ്തു. മേഖലയിലെ വൈദ്യുതി സംബന്ധമായ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് വഴി നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് യോഗം അറിയിച്ചു. മേഖലയിലെ 60% വരുന്ന സ്ഥലങ്ങളിൽ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്ന 40 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിക്കായുള്ള സ്ഥല ലഭ്യത ത്വരിതഗതിയിലാക്കണമെന്ന് കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പോഷക ആഹാര വിതരണവും ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും തൃപ്തികരമായാണ് നടക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. ജില്ലയിലെ പ്രധാന ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജില്ലയിലെ പട്ടികവർഗ വകുപ്പുകളുടെ മേൽനോട്ടത്തിൽ നടക്കേണ്ടതുണ്ടെന്ന് സബ് കളക്ടർ പി.ബി. നൂഹ് അഭിപ്രായപ്പെട്ടു. മേഖലയിലെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ആവശ്യത്തിന് ജീവനക്കാരെ നിയോഗിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഇടപാടുകാർക്കും പൊതുജനങ്ങൾക്കും കൈനീട്ടമൊരുക്കാൻ പാലക്കാട് ജില്ലാ സഹകരണ ബാങ്ക് വിഷുവിനോടനുബന്ധിച്ച് നാണയമേള നടത്തും. ബാങ്കിന്റെ ഇടപാടുകാർക്കും സഹകാരികൾക്കും പൊതുജനങ്ങൾക്കും വിഷു ആഘോഷവേളയിൽ പരമാവധി പുതിയ നാണയങ്ങളും കറൻസികളും എത്തിക്കുക എന്നതാണ് മേളയുടെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് ആർ. ചിന്നുകുട്ടൻ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ബാങ്കിന്റെ എല്ലാ ശാഖകൾ വഴിയും ഏപ്രിൽ 9-ാം തീയതി രാവിലെ 10 മണിക്ക് പുതിയ നാണയങ്ങളും കറൻസികളും സജ്ജീകരിച്ച് വിതരണം നടത്തും. ഇതിനു പുറമെ ജില്ലയിലെ പ്രാഥമിക സർവീസ് സഹകരണ ബാങ്കുകൾക്ക് ആവശ്യമായ പുതിയ കറൻസികളും ജില്ലാ ബാങ്ക് നൽകുന്നുണ്ട്. നാണയമേളയുടെ താലൂക്ക് തല ഉദ്ഘാടനം ബാങ്കിന്റെ പാലക്കാട് കേന്ദ്ര ഓഫീസിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.എൻ. കണ്ടമുത്തൻ നിർവഹിക്കും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മൺസൂണിനെ വരവേൽക്കാൻ ക്യാമ്പയിന്റെ ഭാഗമായി കൂറ്റനാട് വിളംബരജാഥ നടത്തി. വിളംബരജാഥയോടനുബന്ധിച്ച് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ സെമിനാറിന്റെ ഉദ്ഘാടനം തൃത്താല എം.എൽ.എ. വി.ടി. ബൽറാം നിർവഹിച്ചു. മഴയെ സംരക്ഷിക്കൂ, നാടിനെ രക്ഷിക്കൂ എന്ന പേരിൽ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച വിളംബരജാഥയ്ക്ക് ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാറിൽ മഴവെള്ള കൊയ്ത്ത് ജലസംഭരണിയിലൂടെ എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സനൽകുമാർ ക്ലാസ് എടുത്തു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മന്ത്രി ബാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് പാലക്കാട് സ്വീകരണം നൽകി. ജാഥയ്ക്ക് വടക്കഞ്ചേരിയിൽ സമാപനം. കർഷക സംഘടനകളും മോട്ടോർ വാഹന തൊഴിലാളികളും ഉൾപ്പെടെ വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താൽ ഏപ്രിൽ 8-ന്. ഹർത്താലിൽ ജില്ല നിശ്ചലമാവുമെന്ന് സൂചന. പ്രധാന അധ്യാപകരുടെ സംസ്ഥാന സമ്മേളനത്തിന് ഏപ്രിൽ 9-ന് പാലക്കാട് വേദിയാവും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.